പൂങ്ങാട്ടില് ശ്രീയൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, കണിയാരി ചിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടിറങ്ങുക. ഈ ഉദ്യമം നമ്മുടെ ബിനു അവരുടെ കമ്മിറ്റിയും അവസാനിക്കുന്നതിന് മുമ്പായിട്ട് 2 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള എല്ലാ വ്യക്തിത്വത്തിലും നിലകൊള്ളേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ വിഷാദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നെ കുറിച്ച് ഇവിടെ ഒരു പൊതുവായ ധാരണയുണ്ട്. ഞാനൊരു പള്ളി വിരോധിയാണ്. അത് മാത്രമൊന്ന് അല്പമൊന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിശദീകരിച്ചു. 85 ന്യൂയോർക്കിൽ വന്നു. 98 വരെ അസോസിയേഷന് ആകെപ്പാടെ ഉള്ളത് 1, 2, 3 പ്രോഗ്രാം, ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അല്ലെങ്കിൽ ഇനാഗുറേഷൻ. അവിടെ ഒരു സംഘടനയുടേതായ കൂട്ടായ്മകളില്ലാത്ത സമയത്ത് ഒരുപാട് നമ്മുടെ കുട്ടികൾ വഴിപിഴച്ചു അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയി. അവിടെ തുടങ്ങി കിഡ്സ് ക്ലബ്ബ് 2 വർഷം കൊണ്ട് നടത്തി. അത് നോർത്ത് അമേരിക്കയിൽ മുഴുവനായി. അതിൻ്റെതായ മെച്ചം ഇന്ന് പല യുവാക്കളും പങ്കുവയ്ക്കും. പിന്നീട് മിഷനുകളുണ്ടായി, പള്ളികളുണ്ടായി. അവിടെ മിഷനുകളുടെ അല്ലെങ്കിൽ പള്ളികളുടെ ട്രൈ സ്റ്റേറ്റ് ജ്ഞാനായ കാത്തലിക് മിഷന്റെ സെക്രട്ടറിയായി. ഒരിക്കല് അവിടെ ഒരു കൽപ്പന വായിച്ചു, ഈ മിഷനുകള് എൻഡോഗമസ് അല്ല എന്ന്. ആ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. അങ്ങാടിയത്തെ പിതാവിന്റെ കൽപ്പന അവിടെ വന്നു, ഈ പള്ളി എൻഡോഗമസ് അല്ല എന്ന്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിച്ചു. ആ വന്ന കൽപ്പന സാധാരണക്കാര് ചെയ്യുന്ന പണിയല്ല, കത്തിച്ചു കളഞ്ഞു. അതൊരു പ്രതീകാത്മകമായ പ്രതിഷേധമായിട്ട് കണ്ടാൽ മതി. എന്ന് വെച്ച് പള്ളിയിൽ നിന്ന് മാറിയില്ല, പള്ളിയോട് കൂടി നിന്നു. അവിടെ വൈദ്യുതി പറഞ്ഞു, മക്കളെ അങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ പള്ളിയില് എന്തോക്കോസ് തന്നെയാണ്, ഇവിടെ ആരും അങ്ങനെ വരികയായിരുന്നു. കൂടി പ്രവർത്തിച്ചു, ഇഷ്ടംപോലെ കൂടി നിന്ന് നോക്കി. പക്ഷെ വീണ്ടും ആദോപ്പള്ളി എന്നൊരു അച്ഛൻ വന്നു. അവിടെ 120-ൽ 100 പേർക്കും എതിരായിട്ട് ഒരു പൊതുയോഗം പോലും കൂടാതെ ആ പള്ളി അവിടെ നടത്തില്ല. നമുക്ക് വേണ്ടി നമ്മളായിട്ട് മേടിച്ച ഒരു ഹോളി യൂക്കറിസ്റ്റ് ചാപ്പലാണത്. അവിടുത്തെ കുർബാന 16 കൊല്ലമായിട്ട് നടന്ന കുർബാന ഒരു പൊതുയോഗം പോലും കൂടാതെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു. എന്ത് സംഭവിച്ചോടെ? ലോകത്തിലാദ്യമായി ഒരു എൻഡോഗമസ് ജ്ഞാനായ കാത്തലിക് മിഷൻ ഉണ്ടായി. അതിന്റെ ചെയർമാൻ. ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം. ഇത് നമ്മൾ ഒന്നിച്ചാൽ, KCC-നെ ഒന്നിച്ചാൽ നമുക്ക് ഇത് തിരിച്ചെടുക്കാൻ സാധിക്കും. കനാനായ സമുദായത്തിന്റെ ഈറ്റില്ലമായ ചിക്കാഗോയിലെ സമുദായ സ്നേഹികളായ എന്റെ സുഹൃത്തുക്കളെ, വിലപ്പെട്ട സംഭാവനകൾ തന്ന ഒരു തറവാടാണ് ചിക്കാഗോ KCC. എന്റെ പേര് രാജൻ പടവത്ത് ഫ്രം മയാമി. എന്റെ മകള് ഇവിടെ 2006 തൊട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് 2-3 മാസം കൂടുമ്പോൾ ഞാൻ ഇവിടെ വരുന്നയാളാണ്. ഒരുമാതിരിപ്പെട്ട ആൾക്കാരെയൊക്കെ എനിക്കറിയാം. കനാനായ സമുദായത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അതിന്റെ കെട്ടുറപ്പിനും വേണ്ടി ഞാൻ ഉൾപ്പെടുന്ന ഈ പാനലും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് ഉറപ്പു തരുവാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളുടെ KCC-യുടെ നേതൃത്വം വളരെ വിലപ്പെട്ട സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കാനാവുന്നില്ല. എന്നാൽ ഇന്ന് പ്രവാസി ജ്ഞാനായ മക്കളുടെ ഭാവി എങ്ങോട്ട് എന്നൊരു ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിന് ശക്തമായ ഒരു നേതൃത്വ നില ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ നേതൃത്വ നിലയിലേക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും തന്ന് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും സമുദായ സ്നേഹികളാണ്. സംഘടനയെ സമുദായത്തെ സ്നേഹിക്കുന്നവരാണ്. ഇത് രണ്ടുമില്ലാതെ നമുക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു സമുദായവും സംഘടനയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മീയകാര്യങ്ങളും ഭൗതികാര്യങ്ങളും ഒക്കെ നടക്കേണ്ട നമ്മൾ ഇന്ന് പലരും സമുദായ സ്നേഹികളാണെങ്കിൽ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഉറക്കം മണിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇവരോടൊക്കെ എനിക്ക് ഒന്ന് നിർദ്ദേശിക്കാനുള്ളത്, ചുമ്മാ ഉറങ്ങാൻ കിടക്കുന്ന സമയങ്ങളിൽ ഒന്ന് സ്വയം ചിന്തിക്കുക. നമ്മുടെ സമുദായത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ സമുദായത്തിലൂടെ
സംഘടനയിലൂടെ പള്ളികൾ 12 ഉണ്ടാക്കി. എന്നാൽ ഈ പള്ളികളൊന്നും നമ്മുടേതല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് വെച്ചരിക്കുവാൻ വരുന്നത് ഒരു വടക്കുംഭാവൻ പിതാവും നമ്മളുടെ പിതാവ് ആർച്ച് ബിഷപ്പായിട്ടും നോക്കുകുത്തിയെ പോലെ ഒരു സൈഡിൽ മാറി നിന്ന് കാണുന്ന ആ ചേതോപകാരം ഇതിന് നമ്മൾ ഒന്നിക്കേണ്ടിയിരിക്കുന്നു. പള്ളിയെന്നോ സംഘടനയെന്നുള്ള വ്യത്യാസം കൂടാതെ നമ്മൾ തോളോടുകൂടി ഒന്നിച്ചെന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് നേടിക്കാൻ ജനപ്രസിദ്ധമായാൽ എന്ത് കാര്യം സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ വലിയ വോട്ടുകൾ നൽകി ഞങ്ങളുടെ ഈ സംരംഭത്തെ വിജയിപ്പിച്ചുകൊണ്ട് കേസസിനെ അടുത്ത 2 വർഷത്തേക്ക് നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നതിന്റെ ഭാരവാഹികളോട് നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി. ചിക്കാഗോയിലെ പ്രബുദ്ധരായ കാനായ സഹോദരി സഹോദരന്മാർ, എന്റെ പേര് അനിൽ മറ്റപ്പെടുത്തുന്ന ഞാൻ ലോസ് ആഞ്ചലസിലെ കാനായ കത്തോലിക്ക അസോസിയേഷന്റെ നാഷണൽ കൗൺസിൽ മെമ്പറും പാനലിൽ ട്രഷറർ കാൻഡിഡേറ്റ് മത്സരിക്കുന്ന വ്യക്തിയുമാണ്. ഞാൻ ഒരൂര് മറ്റപ്പെടുത്തുന്ന എംബർ തോമസ് ജോസഫിനെ ജനിച്ച് ഒരു സ്കൂളിൽ കോളേജിലും വിദ്യാഭ്യാസം നടത്തി സോഷ്യൽ വർക്കിന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത ശേഷമാണ് ഞാൻ ലോസ് ആഞ്ചലസിൽ വന്നത്. എന്റെ ഭാര്യയുടെ പേര് സോണിയ. ഞങ്ങൾക്ക് 2 മക്കൾ. മൂത്തവള് ആഷ്ലി കോളേജിൽ സെക്കൻഡ് ഇയർ, അഞ്ജലി കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞാൻ ലോസ് ആഞ്ചലസിൽ വന്ന നാൾ മുതൽ ലോസ് ആഞ്ചലസിലെ കാനായ കത്തോലിക്ക അസോസിയേഷനിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. 2 പ്രാവശ്യം അസോസിയേഷന്റെ സെക്രട്ടറിയായി, പല പ്രാവശ്യം അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി ഞാൻ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലോസ് ആഞ്ചലസിലെ ക്രിസ്തബ് സ്ഥാപിച്ച് ലോസ് ആഞ്ചലസ് ക്രിസ്തബിന്റെ പേരൻസ് കോർഡിനേറ്ററായി KC വേൾഡിന്റെ പേരൻസ് കോർഡിനേറ്ററായി വർഷങ്ങളോളം വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളായി ലോസ് ആഞ്ചലസിലെ കാനായ കത്തോലിക്ക അസോസിയേഷന്റെ പ്രസിഡന്റായി വർക്ക് ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ആ അവസരത്തിൽ അസോസിയേഷന്റെ എല്ലാവിധ ആൾക്കാരെയും ഒന്നിച്ചു നിർത്തി ഒരുമയോടെ പ്രവർത്തിച്ച് അസോസിയേഷനിലോട്ട് നയിക്കുവാൻ എനിക്ക് സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ സംഘടനകളിൽ നിന്ന് പലപ്പോഴും മാറി നിൽക്കുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ യുവജനങ്ങളും അതുപോലെ നമ്മുടെ സീനിയർ സിറ്റിസൺ. അവർക്കായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരെയൊക്കെ ചെറിയ മാറ്റങ്ങളുടെ പുറത്തിലൂടെ നമ്മുടെ അസോസിയേഷൻ മുന്നേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. നിങ്ങളുടെ പ്രസിഡന്റ് നിങ്ങൾ പറഞ്ഞു, നമ്മുടെ ഒന്നിച്ച് പ്രവർത്തിക്കണം. ഒന്നിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അസോസിയേഷന്റെ ശക്തമാണ്, ലോക്കൽ അസോസിയേഷന്റെ ശക്തമാണ്. ലോക്കൽ അസോസിയേഷൻ ശക്തമാകണമെങ്കിൽ ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ച് അസോസിയേഷനെ അൺകണ്ടീഷനായി സേവിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടാകണം. ആ നേതൃത്വത്തിന് അസോസിയേഷനെ കാത്തുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ചങ്കുറപ്പുണ്ടാകണം. അവർക്ക് ന്യായപരമായ വികാരപരമായ തീരുമാനങ്ങൾ എടുക്കാതെ വിവേകത്തോടെ പ്രവർത്തിക്കുന്നതായിരിക്കും നമ്മുടെ നേതാക്കൾ. അവർക്ക് നയപരമായ തീരുമാനങ്ങൾ എടുത്ത് ഡിപ്ലോമസിയോടെ കാര്യങ്ങൾ നടത്തി എല്ലാവിധ ആൾക്കാരെയും അടുത്തറിയുന്ന ഒരു ജനകീയനായിരിക്കണം നമ്മുടെ KCCയുടെ നേതൃത്വം. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ആ കാനായ ഫാമിലിപ്പെട്ട ഗ്രൂപ്പുകാരെന്നോ ഈ കാനായ ഫാമിലിപ്പെട്ട ഗ്രൂപ്പുകാരെന്നോ ഞാൻ പള്ളിക്കാരനായ കാനായക്കാരെന്നോ അസോസിയേഷൻകാരനായ കാനായക്കാരെന്നോ പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാത്ത, ഞാൻ കോട്ടയപ്പെട്ട ഒരു കാനായക്കാരൻ മാത്രമാണ്, അത് മാത്രമാണ് എന്റെ കാനായ അനിയത്തെ ഉറച്ചു വിശ്വസിക്കുന്ന ഇൻക്ലൂസീവായ ഒരു KCCയാണ് എന്റെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനായി പ്രതിസന്ധിയുടെ കൂടി വഴികളിൽ നിങ്ങൾ ഓരോരുത്തരും എന്റെയും തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമിനെയും കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നിങ്ങളുടെ പാനൽ വിജയിച്ചു കഴിഞ്ഞാൽ കോട്ടയം രൂപതാ നേതൃത്വത്തോടും സീറോ മലബാർ സഭാ നേതൃത്വത്തോടും നിങ്ങളുടെ പാനലിന്റെ സമീപനം എന്തായിരിക്കും? ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ സീറോ മലബാർ സഭയോട് ഒരു സമീപനവും കോട്ടയം രൂപതയോട് വേറൊരു സമീപനമായിരിക്കും, യാതൊരു സംശയവും. കാരണം നമ്മൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് ഏറ്റവും കാതലായ, ഏറ്റവും ക്രൂഷ്യലായ ഒരു കണ്ണിൽ നിൽക്കുന്നത് നമ്മുടെ മതക്കാട്ട് പിതാവ് തന്നെയാണ്. ഇന്ന് യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനിയിലൂടെ ജ്ഞാനായക്കാർക്ക് തെക്കും ഭാഗക്കാർക്കായിട്ട് മാത്രമായിട്ട് ഒരു രൂപത അനുവദിച്ചപ്പോൾ ആ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനിയുടെ അടിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് നോ വൺ ഷുഡ് ഓൾട്ടർ ദിസ്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് നോ വൺ ഷുഡ് ഓൾട്ടർ ദിസ്. അടുത്ത വന്ന പോപ്പ് പറഞ്ഞു, സീറോ മലബാറിന്റെ അതിർത്തി എവിടെ വരെയുണ്ടോ അവിടെ വരെ കോട്ടയം രൂപതയുടെ മെത്രാന്റെ അധികാരം നീട്ടിക്കൊടുത്തുകൊണ്ട് പിന്നെ എന്തിനാണ് ഷിക്കാഗോയിൽ മറ്റൊരു രൂപത സ്ഥാപിച്ചുകൊണ്ട്
കോട്ടയം രൂപതയുടെ യജമാന അധികാരം ഇല്ലാതെയാക്കിയത്. നമുക്ക് വേണ്ടി എന്തിന് വേറൊരു രൂപത ഇവിടെ ഉണ്ടാകണം? നമുക്ക് വേണ്ടി വേറൊരു മെത്രാൻ ഇവിടെ ഉണ്ടായിട്ട് കോട്ടയം രൂപതയുടെ മെത്രാന് എന്തുകൊണ്ട് ഇവിടെ അധികാരം ഇല്ലാതെയാക്കണം? നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ജ്ഞാനായക്കാരൻ അന്തസ്സോടുകൂടി ചോദിച്ചു വാങ്ങാനുള്ള ഊർജം നമുക്കുണ്ടാക്കണം. ഒപ്പം ഒരു തിരിച്ചറിവുണ്ടാകണം. ഇത് വടക്കും ഭാഗക്കാരൻ നമുക്കിട്ട് വെക്കുന്ന പണിയാണ്. ഇത് വടക്കും ഭാഗക്കാരന്റെ ആസൂത്രിതമായ ഒരു മുന്നേറ്റമാണ്. അതുകൊണ്ടാണ് ഈ ശിക്കാഗോ രൂപത ഇവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് കോട്ടയം രൂപതാന് ഇവിടെ അധികാരപരിധിയില്ലാത്തത്. റോമിൽ നിന്ന് എൻഡോകോമസായിട്ട് രൂപത്തിന്റെ അനുവദിക്കില്ല എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനിയില് ഈ petition clearly written that no one should alter this, no authority can alter this under no circumstances. പിന്നെ എവിടുന്ന് വന്നു ഈ റെസ്പെക്ട്? ഇവിടുത്തെ ക്വസ്റ്റ്യൻ കൺവെൻഷൻ എങ്ങനെ ജീവിപ്പിക്കാമെന്നുള്ളതല്ല, തെരഞ്ഞെടുത്ത് കഴിഞ്ഞാല് കൺവെൻഷന് ഉപരി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് 2 മിനിറ്റ് നിൽക്കില്ല. എങ്കിൽ തന്നെയും നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? ചിക്കാഗോയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സഭയും സമുദായവുമായിട്ടെല്ലാം വളരെ യോജിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ ചിക്കാഗോയിലെ സംഭവങ്ങളെല്ലാം പുറം സ്ഥലങ്ങളിൽ നടക്കുന്ന മറ്റുള്ള നമ്മുടെ യൂണിറ്റുകളിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജ്ഞാനായ സമൂഹത്തെ ഒന്നിപ്പിച്ച് ഒരു ഒറ്റ കുടക്കീഴിൽ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ സഭാ നേതൃത്വവും അതുപോലെ തന്നെ നമുക്ക് മുൻകാലങ്ങളിൽ നേതൃത്വം കൊടുത്ത KCCNA-ക്കും അതുപോലെ തന്നെ പല യൂണിറ്റുകൾക്കും നേതൃത്വം കൊടുത്ത നേതാക്കന്മാരും KCCNA-യുടെ ഓഫീസ് ബേറേഴ്സുമായിട്ട് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. അതുപോലെ തന്നെ അമേരിക്കയില്, നോർത്ത് അമേരിക്കയിലും കാനഡയിലും നമുക്ക് വേണ്ടത് എൻഡോകോമസായിട്ടുള്ള ചർച്ചകൾ, എൻഡോകോമസായിട്ടുള്ള പള്ളികളാണ്. അതിനുവേണ്ടി നേതൃത്വവുമായിട്ട് അൽമായ നേതൃത്വവും അതുപോലെ തന്നെ നമ്മുടെ ബിഷപ്പുമാരുമായിട്ട് ചർച്ചകൾ നടത്തി അതിന് പോംവഴി കണ്ടെത്തുക. രണ്ടാമതായിട്ട് നമുക്കറിയാം ഇവിടെയെല്ലാം നമ്മുടെ യൂത്ത് 2000-ഓളം യൂത്തുകൾ, 1500-ഓളം യൂത്തുകൾ കഴിഞ്ഞ കൺവെൻഷനിൽ പങ്കെടുത്തു. ആ യൂത്താണ് നമ്മുടെ സമുദായത്തിന്റെ ബാക്ക് ബോൺ. അവരെ നമ്മൾ നേരായ വഴിക്ക് കൊണ്ടുവരണം. അവർക്ക് സെമിനാറുകളും ക്ലാസുകളും നടത്തി നമ്മുടെ സമുദായത്തിന്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മുടെ ഇടയിൽ പിടിച്ചു നിർത്തുന്നതിന് എന്റെ ഒരു മകൻ അല്ലെങ്കിൽ എന്റെ ഒരു മകള് എന്റെ ഓർമ്മപ്പെട്ട ഒരു ജ്ഞാനായക്കാരിൽ തന്നെ കല്യാണം കഴിച്ച് നമ്മുടേതായ സമുദായത്തിന്റെ വ്യാപ്തി നമ്മൾ വളർത്തിയെടുക്കണം. അതാണ് ഒരു ജ്ഞാനായക്കാരനാണ്. അല്ലാതെ ഒരു കൺവെൻഷൻ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. കൺവെൻഷനുപരി നമ്മുടെ ജ്ഞാനായ മക്കൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിമൻസ് ഫോറത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അടുത്ത 2 വർഷക്കാലം ഞങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉദ്യമമെന്ന് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. താങ്ക് യു. KCCNA-യുടെ കഴിഞ്ഞ 2 കൺവെൻഷനും പരാജയമായിരുന്നു. കാരണം ലോക്കൽ സംഘടനകളുമായി KCCNA-ക്ക് യോജിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യും? വിശുദ്ധ പറയാം. KCCNA-യുടെ കഴിഞ്ഞ 2 കൺവെൻഷനും പരാജയമായിരുന്നു. കാരണം ലോക്കൽ സംഘടനകളുമായി KCCNA-ക്ക് യോജിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യും? ഇവിടെ കുട്ടി പറഞ്ഞതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം വെച്ചാൽ കൺവെൻഷൻ പരാജയമായല്ലോ ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കൺവെൻഷനുകളിൽ പോരാട്ടങ്ങളുണ്ടായിരുന്നു. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് സത്യം പറയുന്നത്. നിങ്ങൾക്കറിയാം, കാരണം ചിക്കാഗോയിൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു. പലരും വിളിച്ച് പറയുന്നു കൺവെൻഷൻ പരാജയമായിരുന്നു. പക്ഷെ എവിടെയാണ് പരാജയം സംഭവിച്ചത്? എനിക്ക് തോന്നുന്നില്ല അത് പരാജയമാണെന്ന് എനിക്ക് യാതൊരു ഞാൻ പറയുന്നത്. കാരണം ചിക്കാഗോ കൺവെൻഷന് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത് കൺവെൻഷനായിരുന്നു. 1250 ഫാമിലി പങ്കെടുത്തു. ഓൾമോസ്റ്റ് 2000 യൂത്ത് പങ്കെടുത്തു. പക്ഷേ നമുക്ക് കുറവ് സംഭവിച്ചു പറഞ്ഞാല് കുട്ടികൾ പ്രശ്നമുണ്ടായി. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്രയും വലിയ കൺവെൻഷനുകൾ, ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ കുറവുകൾ സംഭവിക്കും. പക്ഷെ കുറവുകളെ കുറിച്ച് നമ്മൾ പാടിപ്പെടുന്നതിനകത്ത് നമ്മളെ തന്നെ മറന്നു തുപ്പാലിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മുസ്ലിം
കുറവുകളുണ്ടായിരുന്നു എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ ആ കുറവുകളെ നമ്മൾ മാറ്റി നമ്മൾ അടുത്ത കൺവെൻഷനുകൾ, അടുത്ത പരിപാടികൾ നമ്മൾ എങ്ങനെ നന്നാക്കാം എന്ന കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ പിന്നെയും വളരുന്നത്. KCC കൺവെൻഷനുകളിൽ സാധാരണ സംഭവിക്കുന്ന പരാജയം സംഭവിക്കുന്നത് അത് കൂട്ടുത്തരവാദിത്വപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം അത് നടത്തുന്ന യൂണിറ്റുകളെ പ്രസ് ചെയ്യാതെ തൊമ്മൻ അങ്ങോട്ടും ചാണ്ടി ഇപ്പുറത്തോട്ടും പോകുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു യൂണിറ്റിൽ അത് നടത്തുവാണെങ്കിൽ, ഷിക്കാഗോയിലെ കൃഷി നടത്തുവാണെങ്കിൽ, അവർക്കാണെങ്കിൽ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ KCC നേതൃത്വം ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്വങ്ങൾ അവർ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അത് യഥാസമയം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കഴിഞ്ഞ കൺവെൻഷനിൽ ഞാൻ പോയില്ല, പക്ഷെ അവിടെ ഞാൻ കേട്ടറിഞ്ഞത് ഒരു കാര്യമാണ്. കോഴിക്കാലുകൾ പറഞ്ഞു വീഴുകയും പിന്നീട് അവിടെ ചട്ടയും കൊണ്ടുകൊടുത്തു വന്ന ചില ആൾക്കാര് ജ്ഞാനായക്കാരെ ഇരുത്തുകയും നിർത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടത്. ആ അവസരം ഞങ്ങളുടെ ടീം തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം സ്പോൺസർഷിപ്പ് സ്വീകരിക്കാം ആരിൽ നിന്ന് വേണമെങ്കിലും, പക്ഷെ അവരെ സ്റ്റേജിൽ കൊണ്ട് പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അവരുടെ പരസ്യം നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ജ്ഞാനായക്കാർ സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ അല്പസമയം കൊടുക്കാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ അതിന് വേണ്ട ഓരോ കാര്യങ്ങളിലും അതാത് ആളുകളെ ആ കാര്യങ്ങളിൽ കഴിവുള്ളവരെ ഏർപ്പെടുത്തി അവരെയാണ് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ടത്. രണ്ടാമത്, കഴിഞ്ഞ ബാങ്കറ്റിന്റെ സമയത്ത് നടന്ന കാര്യങ്ങൾ കേട്ടറിവുകളിൽ നിന്നും അറിയാവുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്. യഥാസമയം ടെൻഡർ കൊടുത്ത ആളുകൾക്ക് പണം കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്രയും പ്രോബ്ലംസ് അവർ ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് സംഭവിച്ചത് വേറെ എവിടെയോ കിടക്കുന്ന പ്രഷർ മറ്റാർക്കും ഇവിടെ കൊടുക്കുന്നു, പിന്നെ കൺവെൻഷന് പാരവെക്കാനായിട്ട് മറ്റൊരു കൂട്ടർ, ഇങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. മറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്വപരമായിട്ട് അത് നടത്തുന്ന യൂണിറ്റും എക്സിക്യൂട്ടീവ്സും ഒരുമിച്ച് നിന്നുകൊണ്ട് അത് ഏൽപ്പിക്കുന്ന ആളുകൾ അവരവരുടെ ഉത്തരവാദിത്വം നടത്തുകയും അതോടൊപ്പം കണക്ക് സുതാര്യമായിരിക്കുക. ഒരിക്കലും സുതാര്യമല്ലാത്ത സംഭവം കണക്കാണ്. ഓരോ കൺവെൻഷൻ കഴിയുമ്പോൾ കേസ് കൊടുക്കണം. ഈ കേസ് കൊടുക്കുന്ന ജ്ഞാനായക്കാരുടെ പൈസ എടുത്ത് കേസ് കളിക്കും, കുറെ തീർക്കും, പിന്നെ അടുത്ത ആൾക്കാർ വരുമ്പോൾ അവർ വീണ്ടും അടുത്ത കൺവെൻഷൻ നടത്തും. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ടീം ജയിച്ചു വരുമാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു. പിന്നെ ബോബി ചമ്മന്നൂർ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഫോർമയുടെ സ്പോൺസറായിരുന്നു, അറിയിക്കുകയായിരുന്നു. ഫോർമയുടെ സ്പോൺസറിന് ചെക്ക് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ അവരെ ചെക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ ബോബി തന്നെ ന്യൂയോർക്കിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പെണ്ണുകാരനാണെന്ന് ഞങ്ങൾക്ക് അറിയിട്ടില്ലായിരുന്നു. പൈസയുടെ ആവശ്യം വന്നോട്ട് മേടിച്ചാണെന്നുള്ളത്. ഓക്കെ സോറി പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ടീം കേട്ടായിരുന്നു, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ആൻസർ ആയിട്ട് പറഞ്ഞതാണ്. പറഞ്ഞ വലിയ കുഴപ്പമില്ല. ക്രിമിനലാണെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചത്, അല്ലാതെ പെണ്ണുകേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ അല്ലല്ല ഞാൻ പറഞ്ഞ പറഞ്ഞ ആളുകളെ പറഞ്ഞാണ്. അടുത്തതായി ഒരു നീണ്ട ഉത്തരം പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. പരിശുദ്ധ റോമൻ കത്തോലിക്ക സഭയിൽ ജ്ഞാനായക്കാർ ഒരു സ്വതന്ത്ര സൂര്യജൂരി ചർച്ചയായി മാറണം എന്ന് വർദ്ധിച്ചു വരുന്ന ആവശ്യത്തോട് നിങ്ങളുടെ സമീപനം എന്താണ്? ഒരിക്കൽ കൂടി, റോമിന് കീഴിൽ ജ്ഞാനായക്കാർ ഒരു സ്വതന്ത്ര സൂര്യജൂരി ചർച്ചയായി നിലനിൽക്കണം എന്ന് വർദ്ധിച്ചു വരുന്ന ആവശ്യത്തോട് നിങ്ങളുടെ സമീപനം എന്താണ്? തീർച്ചയായും ആഗോള ജ്ഞാനായ സമുദായ അംഗങ്ങളുടെ നിരന്തരമായ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ അവരെ അഭ്യർത്ഥിക്കുന്നതാണ് ജ്ഞാനായ സമുദായത്തിന് ഒരു സൂയി ജൂറി സ്റ്റാറ്റസ് ഉണ്ടാകുക, സൂയി ജൂറി ചർച്ചയായി മാറ്റം കിട്ടുക എന്നുള്ളത്. അങ്ങനെ വന്നാൽ ആഗോള കത്തോലിക്ക സഭയിൽ ജ്ഞാനായ സഭയ്ക്ക് ഒരു പ്രത്യേക റീത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സഭാ സംവിധാനം ഉണ്ടായിരിക്കും. ഈ ജ്ഞാനായ സമുദായത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചിട്ടുള്ള മണക്കാട്ടച്ഛൻ തന്നെ എഴുതിയ ഒരു തീസിസിൽ വളരെ വ്യക്തമായി അതിന്റെ കാര്യകാരണ സഹിതം അങ്ങനെ വിവരിച്ചിട്ടുണ്ട്. സൂയി ജൂറി ചർച്ചിന് വേണ്ട എല്ലാ യോഗ്യതകളുമുള്ള ഒരു സമുദായമാണ് ജ്ഞാനായ സമുദായം എന്ന്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഏറ്റവും വലിയ ആദ്യത്തെ ചോയ്സ് സൂയി ജൂറി ചർച്ച ആയിരിക്കും. ഇനി ഓറിജിനൽ സൂയി ജൂറി ചർച്ച കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ
കോട്ടയം രൂപത മെത്രാന്റെ അധികാരപരിധി ലോകമെമ്പാടും വ്യാപിപ്പിക്കുക, സീറോ മലബാർ സഭ ഉള്ളിടത്ത് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുക. അങ്ങനെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഗ്ലോബൽ ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക് ഒരേ ഒരു എക്ലേസിയാസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതിനുള്ള ചില പദ്ധതികൾ ഇപ്പോഴുള്ള റെക്കൺസിലിയേഷൻ ആൻഡ് മീഡിയേഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനും ആ കമ്മിറ്റിയിൽ ഒരു മെമ്പറാണ്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അധികാരത്തിൽ വന്നാൽ ഞാനും ആ കമ്മിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇനി വരുന്ന എക്സിക്യൂട്ടീവ് തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഞാൻ ഉണ്ടായിരിക്കും. എന്റെ എല്ലാ കഴിവുകളും ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കും. സഭയുടെ നടപടികളുടെ ചട്ടക്കൂടുകൾ ഇത് കൂടുതൽ അഗാധമായ പാണ്ഡിത്യമൊന്നുമില്ല എങ്കിലും എന്റെ അറിവനുസരിച്ച് ഒരു സൂയി ജൂറിസ് ചർച്ച എന്ന് പറയുന്ന സംഗതി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഭാഷാപരമായ വ്യത്യാസം വേണം, അതല്ലെങ്കിൽ ആരാധനാക്രമത്തിൽ വ്യത്യാസം വേണം. ഇനി അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ ഉണ്ടോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽ അറിയാൻ ഇത്രയും കാര്യം എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സൂയി ജൂറിസ് ചർച്ച കിട്ടുക അത്ര എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യം ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ദയവ് ചെയ്ത് 4 വർഷം ഓടി നടന്ന് നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ മാറുന്നത്. കോട്ടയം രൂപത തെക്കൻ ഭാഗക്കാർക്കായിട്ട് പരിശുദ്ധ 10-ാം ദിവസം തന്നിട്ടുണ്ട്. അത് നമുക്കായിട്ട് മാത്രം തന്നതാണ്. അത് നമ്മൾ ആരാണെന്ന് അറിഞ്ഞു തന്നതാണ്. അത് മതി. ഇനി അതിന് പുറകെ അതവിടെ ഇട്ടേച്ച് ഒരു സൂയി ജൂറിസിന്റെ അതിന്റെ പുറകെ, അതല്ലെങ്കിൽ ഇവിടെ വരുന്ന രൂപതയ്ക്ക് പുറകെ ദയവ് ചെയ്ത് നമ്മൾ ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്ട്. ഈ കണ്ട ജ്ഞാനായക്കാരെല്ലാം ഒന്നിച്ചു നിന്നാൽ, ഓസ്ട്രേലിയയും അമേരിക്കയും കേരളവും ഒന്നിച്ചു നിന്നാൽ, ഇത് ജ്ഞാനായക്കാരുടെ അവകാശമാണെന്ന് വാദിച്ചാൽ, നമുക്കിടയിലെ നേതാക്കന്മാർക്കിടയിലുള്ള വ്യക്തിവിദ്വേഷങ്ങളോ കുടിപ്പഴകളോ ഒഴിവാക്കി ഒന്നിച്ചു നിന്നാൽ, ഈ നേതാക്കൾ ഒന്നിച്ചായാൽ, ഈ നേതാക്കളുടെ കൂടെയുള്ള ജനം ഒന്നിച്ചായാൽ, നമ്മളെല്ലാവരും ഒഴുപ്പുകൂട് പോലെ ഒന്നാകും. നമ്മൾ ഒന്നായി കഴിഞ്ഞാൽ നമുക്കിടയിലെ വൈദികരുമായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. നമ്മുടെ വൈദികർക്കും എത്താനും മറ്റു മാർഗമൊന്നുമില്ല. അവർ പറയും, ഞങ്ങളുടെ ജനങ്ങൾ, എനിക്കെന്റെ ജനങ്ങളെ കൂടാതെ നിലനിൽപ്പില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ മാർഗമില്ല. ഇത് പറയിപ്പിക്കാനുള്ള തന്റെ നമുക്കുണ്ടായാൽ മതി. വെറുതെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകരുത്. ഈ സൂയി ജൂറിസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നാണ് എന്റെ അറിവ്. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ പാഠനമാണ്. യുവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിഭാവനം ചെയ്യുന്ന കർമ്മ പദ്ധതികൾ എന്തെല്ലാം? യുവജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിഭാവനം ചെയ്യുന്ന കർമ്മ പദ്ധതികൾ എന്തെല്ലാം? യുവജനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് ഞാൻ പർട്ടിക്കുലർലി പാനലിലോട് മുന്നോട്ട് വന്നത്. കാരണം കൂടുതൽ യുവജനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ച് ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് ജെയിംസ് ചേട്ടൻ. കാരണം കൂടുതൽ ഒർലാൻഡോ കൺവെൻഷന്റെ കാര്യം നമുക്കറിയാം, ചേട്ടൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. അതുകൊണ്ട് യുവജനങ്ങൾക്ക് വേണ്ടി ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് റീജിയണൽ ബേസിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുക. അങ്ങനെ എല്ലാ റീജിയനുകളിൽ നിന്നുള്ള യുവജനങ്ങളെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള കൂടുതൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളൊരു എൻഡോഗമസ് എത്നിക് കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ എൻഡോഗമസ് എത്നിക് കമ്മ്യൂണിറ്റിയിലുള്ള യുവജനങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് അവരെ ഒന്നിപ്പിക്കുവാനായിട്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണമായിട്ടൊരു സോഷ്യൽ മീഡിയ പോലെയുള്ള ജ്ഞാനായക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോലെയുള്ള ഒരു എൻഡോഗമസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ അടുത്ത് പരിചയപ്പെടുവാനും അങ്ങനെ സ്വോക്ഷ വിവാഹനിഷ്ഠ അനുഷ്ഠിച്ചു പോകുവാനും അതിലൂടെ സഹായകരമാകും. അതാണ് എന്റെ മേജറായിട്ടുള്ള 2 ഗോളുകൾ. ഞാൻ എന്റെ പാരന്റ് സ്പീച്ചിൽ പറഞ്ഞതുപോലെ നമ്മുടെ കേരളീയ യുവജന വേദി ഇവരെ എങ്ങനെ കൊണ്ടുവരണം, നമ്മുടെ KCSNയുടെ ഭാഗമായിട്ട്
ഓരോ യൂണിറ്റിലും നമ്മുടെ അസോസിയേഷന്റെ യൂണിറ്റില് അവരെ കണ്ടുപിടിച്ച് അവരുടെ ഇമെയിലുകൾ, അവരുടെ ടെലിഫോൺ നമ്പറുകൾ ഇവർ കളക്ട് ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട് അവരെ കേസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ അതുപോലെ തന്നെ അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അടുത്ത ചോദ്യം യുവജനങ്ങളുടെ ഭാഗത്തു നിന്നാണ്. 2 വർഷം മുമ്പ് ടാമ്പയിൽ വെച്ചൊരു KCYL NA യൂത്ത് കൺവെൻഷൻ നടക്കുകയുണ്ടായി. അന്നത്തെ KCCന്റെ നേതൃത്വം $10,000 ഫണ്ടായിട്ട് അവർ ഈ KCYL NA ക്യാമ്പിൽ പ്ലഡ്ജ് ചെയ്തു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ വെറും $5,000 കൊടുത്തിട്ട് ഈ യുവജനങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവര് പറ്റിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ വീണ്ടും 2017 KCYL NA യൂത്ത് കൺവെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ ഭാരവാഹികളായി ഇരിക്കേണ്ട 2 പാനലാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ അനീതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കബളിപ്പിക്കൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? 2 വർഷം മുമ്പ് അങ്ങനെയുള്ള അനീതി ഒറ്റവാക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള അനീതിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകില്ല. പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും അത് പ്രോമിസ് ചെയ്ത് പറഞ്ഞാൽ നാഷണൽ കൗൺസിലുമായിട്ട് ആലോചിച്ച് ആ രീതിയിൽ നമ്മുടെ കാര്യം നടത്തുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മുടെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പിള്ളേർ 100% നമ്മൾ അത് പ്രോമിസ് പാലിക്കുന്നതാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ലോസ് ആഞ്ചലസിലെ കനക കത്തോലിക്ക അസോസിയേഷനിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത പൊസിഷനായിരുന്നു KCYL കോർഡിനേറ്റർ എന്ന പൊസിഷൻ. എനിക്കറിയാം, എനിക്ക് അവരെ അടുത്തറിയാം. അതുപോലെ തന്നെ എന്റെ മക്കൾ ഞാൻ പറഞ്ഞു 2 പേരും KCYL വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. KCYLന്റെ യൂത്ത് ക്യാമ്പും KCYLന്റെ സമ്മറ്റും ഒക്കെ എന്റെ മക്കളെ അയച്ച് ഞാൻ അത് അവർ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് KCYLന്റെ എന്താവശ്യം വന്നാലും I know Nina and Treasury is here. So anything you need, I will be there. If I choose as a treasurer, whatever you want it, you guys need to come and talk to me, and we will take care of that. And also, I truly believe that you guys are KCYL is the future of KCCNA. I truly believe that because without you, there is no future for Canada Catholic Association in North America. So we will be with you. Anything you want, and come and talk to us. We are going to listen to you, and we will help you the way you want. You are asking for us, and we will do our best to help you out. ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് വരാൻ കാരണം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. യൂത്തിനെ ശരിക്കും പ്രൊമോട്ട് ചെയ്യുക, അവരെ ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാണ്, 170 ഞാനുള്ള ഡിസിഷൻ 170 people നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു എമൗണ്ട് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ 100% we will be behind that at any cost. അല്ലാതെ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ എടുക്കുന്നില്ല. Especially Neil, we will be there for you. We want you to come forward, take your responsibilities. We will talk, we will negotiate with you. If we promise, we will do it for you. I don't know what happened 2 years back. It's utter failure. No one did that. We cannot be doing that at any cost. All right. So basically, Jason and us will be taking over the leadership for the young adults. So we will be in contact with you. We will be 100% behind. The convention is one of the items we have to take care of. But you guys are our priority. Okay. I can 100% assure young adults. KCYL, that is why we are standing here, we are sitting here. We have no family relationship, but we are same common understanding and taking care of youth, young adults at KYA. That's our number 1 goal. Thank you. Thank you. അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കുന്ന പഠനമാണ്. നോർത്ത് അമേരിക്കൻ ജ്ഞാനായക്കാരുടെ സഭാപരമായ പ്രശ്നങ്ങളിൽ KCCNA എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും? നോർത്ത് അമേരിക്കൻ ജ്ഞാനായക്കാരുടെ സഭാപരമായ പ്രശ്നങ്ങളിൽ KCCNA എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും? ക്വസ്റ്റ്യൻ പറയാം. നോർത്ത് അമേരിക്കൻ ജ്ഞാനായക്കാരുടെ സഭാപരമായ പ്രശ്നങ്ങളിൽ KCCNA എന്തെല്ലാം നടപടികൾ സ്വീകരിക്കും?
നോർത്ത് അമേരിക്കയിലെ സഭാപരമായ പ്രശ്നങ്ങളിൽ KCCന് വലിയ പങ്കില്ല യഥാർത്ഥത്തിൽ പറഞ്ഞ. കാരണം സഭയ്ക്ക് നേതൃത്വമുണ്ട്. നമ്മുടെ പരമായ സംഘടനയാണ്. നമ്മുടെ പ്രധാനമായ ലക്ഷ്യം നമ്മുടെ സമുദായത്തെ പരിപോഷിപ്പിക്കുക, നമ്മുടെ സമുദായം നിലനിർത്തുക എന്നുള്ളതാണ്. സഭയുടെ ചട്ടക്കൂടുകളിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവരുടേതായ ന്യായീകരണങ്ങളുമായി നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അതുകൊണ്ട് പക്ഷേ നമുക്ക് സാധിക്കാവുന്ന മേഖലകളിൽ അവരുമായി ചർച്ചകൾക്ക് തയ്യാറാവുകയും സഭയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് എനിക്കറിയാം ഈ ചോദ്യത്തിന് പിന്നിൽ തന്നെയുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന്. ആ പ്രശ്നത്തെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ചർച്ചകൾ ഒരുപാട് വേദികളിൽ പിന്നിട്ട് കഴിഞ്ഞു തന്നെയാണ്. പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അത് ചർച്ചകളും, കാരണം സമാധാനപരമായ ചർച്ചകളും അതിന്റെ പോംവഴികളും കണ്ടെത്തുകയും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. നോർത്ത് അമേരിക്കയിലെ ക്നാനായക്കാരുടെ സഭാപരമായ ഒരു ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ശിക്കാഗോ സീറോ മലബാർ സഭ ക്നാനായക്കാരെ എൻഡോഗമസായിട്ട് അംഗീകരിക്കുന്നില്ല. അതും മൂലക്കാട്ട് പിതാവ് പറയുന്നു, അങ്ങാടിയത്തെ പിതാവിന്റെ കൽപ്പനയിലൂടെ പറയുന്നു, മിഷൻസ് ആൻഡ് ചർച്ചസ് ഹിയർ ഇൻ നോർത്ത് അമേരിക്ക ഈസ് നോട്ട് എൻഡോഗമസ്. ഇത് ക്നാനായക്കാരുടെ നോർത്ത് അമേരിക്കയിലെ ഒരു സഭാപരമായ പ്രശ്നമാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ പുറകോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സഭയിലെ അംഗത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ആ സഭയിലായാലും നമുക്കൊരു പ്രശ്നമില്ല. നമ്മുടെ പ്രശ്നം കിടക്കുന്നത് കേരളത്തിലെ സീറോ മലബാറിലാണ്. ആ കേരളത്തിലെ സീറോ മലബാറിൽ പെടുന്നവരാണ് നമ്മൾ. അതിൽ നിന്ന് മാറി ചിന്തിക്കുക പോലും ചെയ്യുന്നത്. കാരണം നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളാണ്. സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നവര് കത്തോലിക്കരായപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ കത്തോലിക്കരായപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇൻവേഷന്റെ സമയത്ത് അവരുടെ നിർബന്ധപ്രകാരം കത്തോലിക്കരായ സമയത്ത് നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികൾ മലബാറുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടായ ഒരു സംവിധാനമാണ് സീറോ മലബാർ. സുറിയാനിയും മലബാറും കൂടിയാണ്. അവിടെ സീറോ മലബാർ എന്ന് പറയുന്ന അവര് പറയുന്നുണ്ട് ക്നാനായക്കാരാണ് സീറോ മലബാറിന്റെ ലിറ്റർജിയുടെ കർത്താക്കൾ. അത് അവർ പറയുന്നത് നമ്മളും പറയുന്നു. അപ്പൊ നമ്മൾ സീറോ മലബാറിന്റെ ഭാഗം തന്നെയാണ്. as long as they acknowledge us as endogamous. Thank you. അടുത്ത ചോദ്യം യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. നാട്ടിൽ ജനിച്ചു ഇവിടെ വളരുന്ന യുവജനങ്ങൾക്കായി KCC തന്നെ നാളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ അവർക്കായി നിങ്ങളുടെ നേതൃത്വം എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരിക്കൽ കൂടി, നാട്ടിൽ ജനിച്ചു ഇവിടെ വളരുന്ന യുവജനങ്ങൾക്ക് KCC തന്നെ നാളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാനൽ ആര് ജയിച്ചാലും അവർക്കായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നാട്ടിൽ ജനിച്ച് അമേരിക്കയിൽ എത്തിച്ചേർന്ന യുവാക്കളുടെ സംഘടനയാണ് യുവജന വേദി. ആ യുവജന വേദി എന്ന് പറയുന്ന സംഘടന എനിക്ക് തോന്നുന്നത് ചിക്കാഗോയിലുണ്ട്, ഹൂസ്റ്റണിലുണ്ട്, ന്യൂയോർക്കിലുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ആ യുവജന വേദിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ യുവജന വേദി എന്ന് പറയുന്നതോട് മാറി നിൽക്കുന്നത്? നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടികളും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന കാലഘട്ടത്തില് ആ യുവജനങ്ങളെ KCCയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചിക്കാഗോയിലും ബോസ്റ്റണിലും ന്യൂയോർക്കിലും താമ്പയിലും ഒക്കെ യുവജന വേദിയുടെ യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകള് KCYL ചെയ്യുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും യൂണിറ്റ് പ്രസിഡന്റ്മാര് അതുപോലെ സെക്രട്ടറിമാര് ഇങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ നാഷണൽ ലെവലില് അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. ആ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിമൻസ് ഫോറത്തിന്റെയും അതുപോലെ തന്നെ KCYL തന്നെയാണ് എല്ലാം പ്രാതിനിധ്യം KCCയിൽ ഉള്ളതുപോലെ തന്നെ ഈ യുവജന വേദിയിലെ പ്രവർത്തകർക്കും KCCയിൽ അംഗത്വം കൊടുത്തുകൊണ്ട് അവരെ ഇതിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ കൺവെൻഷനുകളിലെല്ലാം അവരെ സജീവമായിട്ട് പങ്കെടുപ്പിക്കുക. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ട് വർഷത്തിലൊരിക്കല് അല്ലെങ്കിൽ 2 വർഷങ്ങൾ കൂടുമ്പോൾ സെമിനാറുകൾ, റീജിയണൽ കൺവെൻഷനുകൾ എന്നിവ നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ സമുദായത്തിന്റെ ഒരു ഭാഗമാക്കി അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കും.
നാട്ടിൽ ജനിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അവരുടെ വികാരങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ദേവിചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ തികച്ചും യോജിക്കുന്നു. കാരണം KCYN ഇവിടെ ഒരു നാഷണൽ ഫെഡറേഷൻ ഉണ്ട്, അതായത് KCYN, അതുപോലെ വിമൻസ് ഫോറത്തിനുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനായ യുവജന വേദിക്ക് ഒരു നാഷണൽ ഫെഡറേഷൻ ഉണ്ടാകണം. അങ്ങനെ അതിന്റെ നമ്മൾ KCCN റെപ്രസെന്റേറ്റീവ് പോലെ അതിനും എല്ലാ ഭാരവാഹികളും ഉണ്ടാകണം. അങ്ങനെ അവർക്ക് KCCN ഇലക്ഷൻ വരുമ്പോൾ ഒരു വോട്ട് നിർണ്ണയിക്കുവാനുള്ള ഒരു വോട്ടവകാശവും കൂടെ കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. KCCN സംഘടനയിൽ സാധാരണയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സഭാപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അംഗസംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കായി ഒരു നിഷ്പക്ഷ കമ്മീഷനെ വെച്ച് അന്വേഷിക്കണം എന്ന ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നു? KCCN എന്ന സംഘടനയിൽ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാധാരണ KCCN ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന സഭാപരമായ പ്രശ്നങ്ങൾ, അതുപോലെ KCCNയുടെ അംഗസംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇവയെല്ലാം പരിഹരിക്കുന്നതിനായി KCCയുടെ നേതൃത്വത്തിൽ ഒരു നിഷ്പക്ഷ കമ്മീഷനെ വെച്ച് അത് പരിഹരിക്കണമെന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു? അംഗസംഘടനകളും അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നമാണെങ്കിലും നമുക്കത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പരസ്പരം മനസ്സിലാക്കുക എന്തുവാണ് ജ്ഞാനായക്കാരുടെ പ്രശ്നം. അതാണ് ഞാൻ ആദ്യമേ സംസാരിച്ചായിരുന്നു. ഇതിൽ നിന്ന് എന്തെല്ലാം പ്രോബ്ലമുണ്ടോ അല്ലെങ്കിൽ ആരെല്ലാം മാറി നിൽക്കുന്നുണ്ടോ അവരുമായിട്ട് നമ്മൾ പേഴ്സണലി ബന്ധപ്പെടുക, അവരുടെ ഇഷ്യൂസ് അറിയുക. അതിനുവേണ്ടി വേറെ കമ്മീഷൻ വെച്ച് അന്വേഷണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം നമ്മൾ മനസ്സിൽ നമുക്ക് ഒന്നിക്കാൻ സാധിക്കും. അവരവരുടെ പ്രോബ്ലംസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കും. സഭയും സമുദായവും സംഘടനയും ഇതെല്ലാം ഒന്നിച്ചു തന്നെ പോകണം. അത് ഓരോ പദത്തിലും ഇരിക്കുകയാണെങ്കിൽ ഒരു കുടുംബം കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പം കോട്ടയം രൂപതയിൽ തന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമ്മളെ മനസ്സിലാക്കുകയും നമ്മുടെ യൂത്ത്, അതായത് യുവാക്കളെ മനസ്സിലാക്കുകയും യൂത്തിനെ മനസ്സിലാക്കുകയും വിമൻസിനെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന വൈദ്യുതിയെ ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. അതല്ലാതെ നാട്ടിലെ ശൈലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആകാൻ പോകുന്നില്ല. സഭയും സംഘടനയുമായുള്ള യൂണിറ്റിന് ഏറ്റവും നല്ലത് സംഘടനകൾ മനുഷ്യരെ മനസ്സിലാക്കുന്ന വൈദ്യുതി വരികയാണെങ്കിൽ മിക്ക യൂണിറ്റിലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അവരെ ഒന്നിച്ച് തീർച്ചയായിട്ടും പോകേണ്ടത് തന്നെയാണ്. ഈ ചോദ്യം എന്തോ പ്രത്യേക ഉദ്ദേശത്തിൽ വന്നിരിക്കുന്ന ചോദ്യമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. KCCയുടെ സാധാരണ പ്രശ്നങ്ങളൊക്കെ 137 നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്. അവരെ കൂടി പറഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകാൻ പാടുന്നു. എന്നാൽ പോലും ചില സാഹചര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, ഞാൻ ന്യൂയോർക്കിലെ കാര്യം തന്നെ പറയാം. KCCയുടെ ഒരു അംഗസംഘടനയാണ് ന്യൂയോർക്ക്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ ഒരു പ്രശ്നം അവർ തന്നെ നോക്കിയിട്ടും ആ പ്രശ്നം തീരുന്നില്ല എങ്കിൽ പിന്നെ ആരാ നോക്കേണ്ടത്? അവിടെ KCCയെ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടാകണം, സാധ്യത ഉണ്ടാകണം. അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ടാമ്പായി നമുക്കറിയാം, അവിടെ ഒരു കേസ് നിലനിൽക്കുന്നു. അത് ആ യൂണിറ്റ് തന്നെ എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് അതിനുള്ള അവകാശമാണ്. പക്ഷേ അത് വേറൊരു സങ്കീർണതയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മീഡിയേഷൻ ആവശ്യമില്ല. അതിനുള്ള അധികാരം KCCയിലേക്കുണ്ടോ? KCC ഒരു ട്രൂ ഫെഡറേഷനായി ഇന്നുവരെ മാറിയിട്ടില്ല. നമ്മുടെ അസോസിയേഷനുകളിൽ സ്ഥായിയായ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് KCCയുടെ പ്രശ്നം കൂടിയാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം. ചുമ്മാ തിരിച്ചറിവുണ്ടായാൽ മാത്രം പോരാ, KCCക്ക് അതിനകത്ത് ഇൻവോൾവ് ആകാനുള്ള അധികാരങ്ങളുണ്ട്. അതില്ല. കാരണം എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ KCCയെ അന്വേഷിച്ചാൽ പോലും ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു പോയാൽ പിന്നെ KCCയിലേക്ക് അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം when one unit or one association is going to a trouble or problem, they are not resolving in an amicable manner. That is going to be a problem. That's going to be an issue among us. Not just that. ഇത് ന്യൂയോർക്കിലെ വിഷയമാണ്, അത് ടാമ്പായുടെ വിഷയമാണ്. അല്ല, ഇത് നമ്മൾ ജ്ഞാനായക്കാരുടെ വിഷയമാണ് എന്ന് പറയണമെങ്കിൽ
ആ ഒരു രീതിയിൽ അതിനെ നോക്കി കണ്ടു നടത്താൻ, നോക്കി കൈകാര്യം ചെയ്യാൻ ഒരു ബോഡിയുണ്ട്. ആ ബോഡി KCCA നാഷണൽ കൗൺസിലിൽ നിന്ന് തന്നെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. പുറത്തുനിന്ന് വേറൊരു കമ്മീഷന്റെ ആവശ്യം എനിക്ക് തോന്നുന്നു. Do you agree that churches should be closed down until we get our own diocese or until Kottayam gets authority here in USA? അതായത് അമേരിക്കയിലെ പള്ളികൾ അടച്ചു പൂട്ടണം, നമുക്ക് നമ്മുടേതായ ഒരു രൂപതയോ അല്ലെങ്കിൽ കോട്ടയത്തിന് അമേരിക്കയിൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രം പള്ളികൾ മതി, അതുവരെ നമുക്ക് പള്ളികൾ അടച്ചു പൂട്ടണം. ഇനി അതിന്റെ തുടർച്ചയുണ്ട്. Do you look back to Kottayam Diocese history where we had many churches existing years before the diocese was born? For example, Kaipura, Kaduthurthi, Kunnantala, etc. At that time, we were part of the current Chennai diocese where canons and non-canons were members of the same diocese at the churches. അതായത് കോട്ടയം ഡയസിസ് 1911 ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പല ചർച്ചകളും ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിൽ കൈപ്പുഴ കടുത്തിരുത്തി ഉന്നത്ര പോലുള്ള ചർച്ചകൾ നോൺ ഓട്ടോണമസ് ആയിട്ട് നിലനിന്നിരുന്നു. അതുപോലെ ഉദാഹരണങ്ങൾ ഉള്ളപ്പോൾ ഇപ്പോൾ അമേരിക്കയിലെ പള്ളികൾ അടച്ചുപൂട്ടി ഇതെല്ലാം ലഭിക്കുന്നതും വരെ നമ്മൾ കാത്തിരിക്കണോ? ചോദ്യം. ചോദ്യകർത്താവോട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് തന്നെ തുടങ്ങാണ്. കോട്ടയം രൂപത തുടങ്ങുന്നതിന് മുൻപ് എൻഡോഗമസ് ആയിട്ടുള്ള ചർച്ചകൾ എന്ന് പറയാനായിട്ടില്ലായിരുന്നു. എല്ലാ പള്ളികളിലും അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ പള്ളികളും നമ്മളെല്ലാവരും വടക്കമ്പാകാരും തെക്കുമ്പാകാരും ഒന്നിച്ചു പോയി നമ്മളെല്ലാവരും അവിടെ നിന്ന് ഭൂതാശകൾ സ്വീകരിച്ചു. അവിടെ വടക്കമ്പാകാരുടെ പള്ളി, തെക്കുമ്പാകാരുടെ പള്ളി എൻഡോഗം അങ്ങനെയൊന്നുമില്ല. പക്ഷേ തെക്കുമ്പാകാരും വടക്കുമ്പാകാരും തമ്മിൽ കെട്ടുബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. They all went to the same church. They all received sacraments from there. The only issue 1911 നമുക്ക് രൂപത വന്നു. അന്ന് മുതല് നമ്മൾ കൂടുതലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് കടുത്തിരുത്തി അങ്ങനെയുള്ള കുറച്ച് പള്ളികള്, ജ്ഞാനായക്കാർ കൂടുതലുണ്ടായിരുന്ന ആ പള്ളികള് നമുക്കായിട്ട് തന്നു. അങ്ങനെയാണ് നമുക്ക് തെക്ക് ഭാഗക്കാർക്ക് പള്ളി എന്ന് പറയാനായത്. ഇനി ഇവിടെയുള്ള പള്ളി അടച്ചു കൂട്ടണോ? എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ഒരിക്കലും ചെയ്യരുത്. ഈ പള്ളിയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും മാറി നിൽക്കരുത്. ഞാൻ ഇന്ന് ഈ പള്ളിയിൽ നിന്നപ്പോഴത്തേന് ഞാൻ മനസ്സുകൊണ്ട് സത്യം പറയില്ല. ഈ ഷിക്കാഗോയിൽ ആ പള്ളിയിൽ ഇരുന്ന മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി, നമ്മുടെ ഇവിടുത്തെ പ്രശ്നം തിരിച്ചു. അതുപോലെ ജനമാണ് ഇതിനകത്ത് നിന്ന് പള്ളി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ വിഘടിപ്പിക്കാനാണ് അത് നോക്കുന്നത്. ദൈവം പള്ളി അടച്ചു കൂട്ടിയത് വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ പള്ളിയുടെ പേരിൽ കുടിക്കും. പക്ഷേ എൻഡോഗമസ് ആക്കിയെടുക്കാൻ നമ്മൾ നിൽക്കണം. ഇതിനകത്ത് നിൽക്കുന്നവരെ കൊണ്ടുവന്ന് ഇത് നമ്മളെ ആക്കിയെടുക്കാൻ നോക്കണം. That is what we have to do. That is what we have. ഇന്ന് ദുബാന കഴിഞ്ഞ് ഞാൻ മൊളോനാഥന്റെ അടുത്ത് പോയി. മൊളോനാഥനെ പറഞ്ഞു, അച്ഛോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഞാൻ ഇവിടെ വരെ വന്നിട്ട് ഹലോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്ക് വന്നു, ഞങ്ങളെ ആരെയും കണ്ടില്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു കാര്യത്തിനും ചെറുതിൽ ഞങ്ങൾക്ക് അതിന് വിഷമമുണ്ട്. പക്ഷേ KCCA ഞാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, നമ്മുടെ അസോസിയേഷൻ ആയിരിക്കുന്ന പോലെ പള്ളികളും എൻഡോഗമസ് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അച്ഛന് വല്ല വിരോധമുണ്ടോ? അച്ഛൻ പറഞ്ഞു, നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കണം. എന്നിട്ട് അച്ഛനെ സാധാരണ കാണിക്കുന്നവരെ ഇങ്ങനെയൊന്ന് കണ്ണോട്ട്. വളരെ മനോഹരമായി അവതരിപ്പിച്ച ഈ നേതൃത്വ പരിപാടിയുടെ അവസാന ഘട്ടം, അവസാന സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇരു പ്രസിഡന്റ് സ്ഥാനാർത്ഥികളും എല്ലാവരും ശ്രദ്ധിക്കുക. പ്ലീസ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും വേണ്ടിയാണ് അവസാനം. ഇരു പ്രസിഡന്റ് സ്ഥാനാർത്ഥികളും അവരുടെ പാനലിന് വേണ്ടി അവരുടെ പാനലിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്. രണ്ട് പ്രസിഡന്റ് കാൻഡിഡേറ്റും 5 മിനിറ്റ് ദൈർഘ്യം, അതാണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ള എന്റെ ചിത്രവയിലെ ജ്ഞാനായ സുഹൃത്തുക്കളെ, മാർച്ച് മാസം 4-ാം തീയതി ഫിലാഡൽഫിയയിൽ വെച്ച് അടുത്ത 2 വർഷക്കാലത്തേക്കുള്ള KCCA ഭരണസമിതിയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ
പാനലിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ആണ് നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഏതാനും മാസങ്ങളായി KCCയുടെ ഇലക്ഷൻ നേരിടുന്നതിന് വേണ്ടി ഒരു പാനൽ സെറ്റ് ചെയ്തു. ആ പാനൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ പ്രധാനമായിട്ടും 117 നാഷണൽ കൗൺസിൽ മെമ്പേഴ്സും അതുപോലെ തന്നെ ഏതാണ്ട് 30,000-ഓളം ജ്ഞാനായ ജനങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് നോർത്ത് അമേരിക്കയിലും കാനഡയിലുമായി ഉള്ളത്. ആ വരുന്ന സാഹചര്യത്തിൽ ഇവരെ നേരിട്ട് ഒരു ചാനലിൽ പുറത്തിറക്കുന്നതിന് വേണ്ടി വലിയ സമ്പത്തുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളത് എനിക്ക് വളരെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അമേരിക്കയുടെ വിവിധ യൂണിറ്റുകളിലെ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ് അതുപോലെ എല്ലാ യൂണിറ്റ് അംഗങ്ങളുമായി സംസാരിച്ചു. അതിന്റെ വെളിച്ചത്തില് അടുത്ത 2 വർഷക്കാലം ഇന്നവരെയൊക്കെ നിങ്ങളുടെ പാനലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായി മുമ്പോട്ട് പോകും എന്ന് എനിക്ക് ഉറപ്പിടുന്നു. അതിന്റെ പേരില് വർഷങ്ങളോളം നമ്മുടെ ജ്ഞാനായ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 12 കൺവെൻഷനിൽ ഏതാണ്ട് 5-6 കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു ടീമിനെ കൊണ്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത് സൈമൻ ഇല്ലിക്കാട്ടിലാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അറ്റ്ലാന്റയിൽ നിന്നുള്ളതാണ്. അതുകൂടാതെ സെക്രട്ടറി ആയിട്ട് നമ്മുടെ പാനലിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേർന്ന നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിന് പുതുതായിട്ട് നമ്മുടെ ഇടയിൽ ഉദയം ചെയ്ത ഒരു ജ്ഞാനായ സരസനുണ്ട്. ആ സരസനിൽ പറഞ്ഞിരിക്കുന്നത് തീവ്രവാദിയായിട്ടുള്ള അഹ്റാസിനാണ് നമ്മുടെ പാനലിൽ സെക്രട്ടറിയായിട്ട് വന്നിരിക്കുന്നത്. എങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്നു, ഒരു തീവ്രവാദിയായിട്ടുള്ള അഹ്റാസിനെ